ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന കുറച്ച് വെറൈറ്റി വീഡിയോ ആണ്. അത് വീടുമായിട്ട് ബന്ധപ്പെട്ട തന്നെ വീഡിയോസാണ്. അതായത് നമ്മൾ സിറ്റ് ഔട്ടിലാണെങ്കിലും കിച്ചണിൻ്റെ ഏരിയയിലാണ് ഗ്രാനൈറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കർവ് ചെയ്യുന്ന സിസ്റ്റം ഇപ്പോൾ മാറി തുടങ്ങിയിരിക്കുന്നു. അതായത് ജസ്റ്റ് കർവ് ചെയ്യുന്ന സിസ്റ്റം മാറിയതിന് ശേഷം, അതായത് ഉരുട്ടിയെടുക്കുന്ന രീതി മാറി, ഗ്രാനൈറ്റിൻ്റെ എഡ്ജ് മാറിയതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ എഡ്ജ് മാത്രം ജസ്റ്റ് ഒരു ഗ്രൂ അടിച്ചതിന് ശേഷം നല്ല പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു കാർ പോർച്ചിൻ്റെ ഏരിയയാണ്. കാർ പോർച്ചിൻ്റെ ഏരിയയിലാണെങ്കിലും സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ളൊരു സംവിധാനം സൈഡിൽ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ ഹൈറ്റിലാണ് വരുന്നിരിക്കുന്നത്. ഏകദേശം ഒരു 75 സെൻറ്റിമീറ്ററിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 75 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 75 സെൻറ്റിമീറ്റർ മാക്സിമം, അതായത് അതിൻ്റെ ബാക്ക് താഴെ നമ്മളിപ്പോൾ ഈ ലെവലിലാണ് 75 സെൻറ്റിമീറ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിനിഷിങ് വരുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ പറയുന്ന ഫിനിഷിങ്, അതായത് താഴെ ടൈലും കാര്യങ്ങളും ഇട്ടതിന് ശേഷം നമുക്കൊരു 70 സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഗ്രൂ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഗ്രാനൈറ്റിൻ്റെ ഗ്രൂ ചെയ്തിരിക്കുന്നത് വളരെ നൈസായിട്ട്, അതായത് ട്രോളി നമ്മൾ ഉപയോഗിച്ചിട്ട് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഏറ്റവും എഡ്ജിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കളയാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം പിന്നെ കറക്റ്റായിട്ട് അതിൻ്റെ വീലുകളൊക്കെ ഉപയോഗിച്ച് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ ഒരു സ്ക്വയറായിട്ട് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് അന്ന് വർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന, അതായത് ഫ്രണ്ടിലെ തൂണുകൾ വരുന്നുണ്ട്. തൂണുകളാണെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ പീസുകൾ നമ്മൾ എഡ്ജിൽ കൊടുത്തതിന് ശേഷം ഗ്ലാഡിങ് ടൈൽസാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേ ആ ഗ്ലാഡിങ് ടൈൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്ജ് കുറച്ചുകൂടി റഫായിരിക്കും. അപ്പോൾ ആ എഡ്ജ് കുറച്ച് റഫ് നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാൽ അതിൻ്റെ കോർണർ വരുന്ന സമയത്ത് അത്രയും നമുക്ക് പെർഫെക്ഷൻ കിട്ടാറില്ല. അതിൻ്റെ ഒരു വ്യത്യാസങ്ങളുണ്ട് കയറി ഇറങ്ങിയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഗ്രാനൈറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് കൊടുത്ത് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട്, അതായത് ഗ്ലാഡിങ്സിൻ്റെ എഡ്ജ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്കൊരു റഫോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഗ്ലാഡിങ് ടൈൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഓരോ ഗ്ലാഡിങ് സ്റ്റൈൽസും വന്നത് പല ഹൈറ്റിലും അല്ലെങ്കിൽ പല അളവിലും അതായാലും വരുന്നത്. അപ്പോൾ ഏറ്റവും എൻഡ് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് കൊടുത്താൽ വളരെ നീറ്റായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുമാത്രമല്ല, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ അറിയിച്ചാൽ മതി. ഇനി വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ, വയറിങ്ങിൻ്റെ ആണെങ്കിലും അതുപോലെ പ്ലംബിങ്ങിൻ്റെ ആണെങ്കിലും ഇതുപോലെ ഗ്ലാഡിങ് ടൈലിനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ബാത്റൂമിൻ്റെ ലെവലിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.